ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിൽക്കുന്നത് അനിയത്തിയുടെ അപ്പാർട്ട്മെൻറ്റിലാണ്. സ്റ്റുട്ട്ഗാർട്ടിൽ നിന്ന് 50 കിലോമീറ്റർ മാറി ഷേബിഷ് ഗെമീൻഡ് എന്ന് പറയുന്ന സ്ഥലമാണിത്. ഈ കാണുന്നതാണ് പുറത്തെ കാഴ്ച. ഇന്ന് ചെറിയ തോതിൽ മഞ്ഞ് വീണിട്ടുണ്ട്. രാവിലെ സ്റ്റുട്ട്ഗാർട്ട് പോകാമെന്നാണ് തീരുമാനം. പെട്ടെന്ന് തന്നെ രാവിലത്തെ ഭക്ഷണവും കഴിഞ്ഞ് റൂമിൽ നിന്ന് ഇറങ്ങി. അധികം മഞ്ഞ് വീണിട്ടില്ല, എങ്കിലും മൊത്തത്തിൽ കാണാൻ നല്ല രസമുണ്ട്. കൈക്കുമ്പിളിൽ മഞ്ഞ് വാരിയെടുക്കുന്ന പോലെയാണ് ഈ ചെടിയിൽ മഞ്ഞ് കിടക്കുന്നത്. അതുപോലെ ഈ മരത്തിനോ ഇലകളുള്ളതിനേക്കാൾ ഭംഗി മഞ്ഞ് വീണ് കിടക്കുമ്പോഴാണെന്ന് തോന്നി. അങ്ങനെ അവിടെ നിന്നും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നേരെ ബാനോഫിലേക്ക് നടന്നു. ഇവിടെ റോഡ് ക്രോസ് ചെയ്യുന്നതിനായി റോഡിനരികിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതില്ല. സിഗ്നൽ ഇല്ലാത്തിടത്തും പെഡസ്ട്രിയൻ ക്രോസിംഗ് മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരവ് കാണുമ്പോൾ തന്നെ വണ്ടികൾ നിർത്തിത്തരും. ഈ കാണുന്നത് ബാനോഫിനോട് ചേർന്നുള്ള ബസ് സ്റ്റേഷനാണ്. ഈ സ്ഥലത്തെ എല്ലാ ഏരിയകളിലേക്കും ഇവിടുന്ന് ബസ് കണക്ഷൻ ഉണ്ട്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഓരോ സ്ഥലത്തെയും പബ്ലിക് ട്രാൻസ്പോർട്ടേഷന് പ്രത്യേക കളർ കോഡ് കാണും എന്നതാണ്. ബാനോഫിന് മുമ്പിലായി ഒരു സൈക്കിൾ പോയിന്റ് കാണാം. ഇവിടെ നിന്ന് നമുക്ക് സൈക്കിൾ റെന്റിനെടുത്ത് ഉപയോഗിക്കാം. അങ്ങനെ ബാനോഫിലെത്തി പ്ലാറ്റ്ഫോം 2 നടന്നു. അവിടെയാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നത്. ഇവിടെ നിന്നപ്പോഴാണ് ഫ്രെയിമിലേക്ക് കയറി വന്ന ഒരാളെ ശ്രദ്ധിച്ചത്. പിന്നെ ആളുടെ അടുത്ത് പോയി അറിയാവുന്ന ജർമ്മനിൽ ഡാർഫിഷൻ വീഡിയോ മാഹൻ എന്ന് ചോദിച്ച് ഒരു വീഡിയോ എടുത്തു. പെട്ടെന്ന് തന്നെ നമുക്ക് പോകേണ്ട ട്രെയിൻ എത്തി. MES 13 എന്നാണ് ഈ ട്രെയിനിൻ്റെ നമ്പർ. അതിൽ കയറി ചിന്നുവിൻ്റെ നേതൃത്വത്തിൽ 2 സീറ്റ് സ്വന്തമാക്കി. മഞ്ഞ് വീണടക്കുന്ന പുറത്തെ കാഴ്ചകൾ കണ്ട് യാത്ര തുടങ്ങി. പിന്നെ ചിന്നുവിൻ്റെ വിശേഷങ്ങളൊക്കെ കേട്ട് 40 മിനിറ്റ് ട്രെയിനിൽ. പോകുന്ന വഴി കോസ്പ്ലേ ഡ്രസ്സിൽ വേറെയും ആൾക്കാരെ ശ്രദ്ധിച്ചു. ഇന്നിവിടെ അടുത്ത് ഇവരുടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെന്ന് ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ഏകദേശം 40 മിനിറ്റത്തെ ട്രെയിൻ യാത്രയ്ക്ക് ശേഷം സ്റ്റുട്ട്ഗാർട്ടിലെത്തി. ഇവിടെ ബാനോഫ് റിനോവേഷൻ വർക്കുകളുടെ ഭാഗമായി ഒരു ടെമ്പററി പാത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഏകദേശം 500 മീറ്ററാണ് ഇതിൻ്റെ ദൂരം. അതിലൂടെ നടന്നു വേണം അകത്തേക്കും പുറത്തേക്കും വരാൻ. ശരിക്കും ഇന്ന് വേറൊരു പ്ലാനും ഇല്ലാതെയാണ് സ്റ്റുട്ട്ഗാർട്ടിൽ എത്തിയത്. അതുകൊണ്ട് തന്നെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഇപ്പോഴാണ് ചിന്തിക്കുന്നതും. എന്തായാലും ഷ്ലോസ് പ്ലാറ്റ്സിലേക്ക് നടക്കാമെന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ് ഷ്ലോസ് പ്ലാറ്റ്സ്. ഇങ്ങോട്ട് കയറുന്നത് ആദ്യം കാണുന്നത് 1889 സ്ഥാപിച്ച ഡ്യൂക്ക് ക്രിസ്റ്റോഫ് എന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറിൻ്റെ സ്റ്റാച്യു ആണ്. അതിനുശേഷം ഇവിടുത്തെ മെയിൻ അട്രാക്ഷനുകളിൽ ഒന്നായ ജൂബിലി കോളത്തിന് ചുറ്റും നടന്ന് ഒരു വീഡിയോ എടുത്തു. ഈ കാണുന്നത് ന്യൂ പാലസ്. അവിടെ നിന്നും അടുത്തുള്ള ഊബൺ സ്റ്റേഷനിലേക്ക് നടന്നു. യൂബാൻ അഥവാ സബ്വേ എന്നും എനിക്ക് കൗതുകം ഉണർത്തുന്ന ഒന്നാണ്. വളരെ ജനസാന്ദ്രതയുള്ള സിറ്റികളിൽ ഒട്ടനവധി ബിൽഡിങ്ങുകളുടെ അടിയിൽ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഏറെ താഴെയായി ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ കണ്ടിന്യൂസ് ആയി സിറ്റിയുടെ എല്ലാ മുക്കിലും മൂലയിലും ആളുകളെ എത്തിക്കുന്ന വളരെ പ്ലാൻഡായി നിർമ്മിച്ച ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. ഈ സിസ്റ്റം വെൽ ഷെഡ്യൂൾഡും എഫക്റ്റീവുമായ ഒന്നാണ്. ഇവിടെ ട്രാഫിക് എന്നൊരു തടസ്സത്തെ പാടെ ഒഴിവാക്കിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കയറേണ്ട ഊബാൻ എത്തി. നല്ല തിരക്കുണ്ടായിരുന്നു. കയറി 1-2 സ്റ്റോപ്പ് കഴിഞ്ഞപ്പോഴേ റോഡ് ലെവലിലേക്ക് എത്തിയിരുന്നു. പിന്നെ കുറച്ച് സ്റ്റോപ്പുകൾക്കിപ്പുറം പുറത്തിറങ്ങി. ഒട്ടും പ്ലാൻ ചെയ്യാത്ത, പ്രത്യേകിച്ച് ഒരിടത്തേക്കല്ലാത്ത യാത്ര ആയതുകൊണ്ടാവും പിന്നെയും കറങ്ങിത്തിരിഞ്ഞ് ആദ്യം കണ്ട ഷ്ലോസ് പ്ലാറ്റ്സിൻ്റെ മറ്റൊരു സൈഡിലെത്തി. ഇവിടെ കുറേ അധികം ആളുകൾ അവരവരുടെ ടേബിളുകളിൽ സാധനങ്ങൾ നിരത്തി വെച്ച് വിൽക്കുന്നു. പ്രത്യേകം വില എഴുതി വെച്ചിട്ടില്ല. ചോദിക്കുമ്പോൾ ഓരോന്നിൻ്റെ വില പ്രത്യേകം പറയുന്നത് ശ്രദ്ധിച്ചു. അതിനിടയിലൂടെ വീഡിയോ എടുത്ത് അവിടുന്ന് മുമ്പോട്ട് നടന്നു.
ഇവിടെ 3 ക്യൂബുകൾക്ക് മുകളിൽ ഒരു ക്യൂബ് എന്ന രീതിയിൽ വെച്ചിരിക്കുന്ന ടൂറിസ്റ്റ് അട്രാക്ഷൻ കണ്ടു. അതിനടുത്ത് പോയി വിശദമായി ഒന്ന് പരിശോധിച്ചു. ഈ ടൈമൊക്കെ ഇനി എങ്ങോട്ട് പോകണമെന്ന ചിന്തയിലാണ് ചിന്നു. പെട്ടെന്ന് തന്നെ അടുത്തൊരു മ്യൂസിയം ഉണ്ടെന്നും അങ്ങോട്ട് പോകാമെന്നുമായി. അങ്ങോട്ടേക്ക് നടന്നെങ്കിലും ഉള്ളിൽ കയറിയില്ല. പുറത്തുള്ള സ്കൾപ്ചറിൻ്റെ വീഡിയോ എടുത്ത് അവിടുന്ന് ഇറങ്ങി. നേരെ മക്ഡിയിലേക്ക്. ബിഷപ്പിൻ്റെ വിളി എത്തിക്കഴിഞ്ഞിരുന്നു. മക്ഡിയിലെത്തി ഓർഡർ ചെയ്യുന്ന തിരക്കിലാണ് ചിന്നു. നല്ല തിരക്കുള്ള സ്ഥലമായതുകൊണ്ടാണ് എൻട്രൻസിൽ തന്നെ മെഷീൻ വെച്ച് ഓർഡർ എടുക്കുന്നത്. ഇവിടെ നമുക്ക് വേണ്ടതെല്ലാം സെലക്ട് ചെയ്ത് കാർഡ് പേയ്മെൻറ്റും ചെയ്ത് റെസിപ്റ്റ് കൈപ്പറ്റണം. ഈ കാണുന്ന നമ്പറാണ് നമ്മുടെ ഓർഡർ നമ്പർ. ഇനി പിക്കപ്പ് പോയിന്റിൽ ചെന്ന് അവരുടെ സ്ക്രീനിൽ നമ്മുടെ നമ്പർ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്പർ വന്നത് ചിന്നു ചെന്ന് റെസിപ്റ്റ് കാണിച്ച് ഫുഡ് കൈപ്പറ്റി. മുകളിലെ നിലയിലാണ് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങൾ. നല്ല തിരക്കായിരുന്നു. അങ്ങനെ അവിടുന്ന് കഴിച്ചിറങ്ങി. അപ്പോഴേക്കും അടുത്തുള്ളൊരു പാർക്കിൽ പോകാമെന്ന് തീരുമാനിച്ചിരുന്നു. അതിനായി ഊബാൻ കയറാനേ നടന്നു. ആദ്യം ഒരു ലോങ് എസ്കലേറ്റർ ഇറങ്ങി ഒരു നടുത്തളത്തെത്തി. അവിടുന്ന് അടുത്ത സ്റ്റെപ്പ് ഇറങ്ങിയാണ് പ്ലാറ്റ്ഫോമിലെത്തിയത്. ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഒരുപാട് താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണ് നമ്മൾക്ക് പോകേണ്ട ഊബാൻ. അങ്ങനെ പാർക്കിനടുത്തുള്ള സ്റ്റേഷനിലെത്തി. ഈ സ്ഥലത്തിൻ്റെ പേര് കിൽസ്ബർഗ് എന്നാണ്. ഇവിടെ എത്തിയപ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്തു. പെട്ടെന്ന് തന്നെ പാർക്കിലെത്തി. പക്ഷേ ഗൂഗിളിൽ കണ്ട അത്രയും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയില്ല. മാത്രമല്ല ഇതിനകത്ത് കുറച്ച് നടന്നാൽ മാത്രമേ മെയിൻ അട്രാക്ഷൻസിൽ എത്തുമായിരുന്നുള്ളൂ. ഈ സമയത്ത് തണുപ്പും നടപ്പും കൂടെ ഒത്തുപോകാത്തതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് ഒരുപാട് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി നേരെ തിരിച്ച് റൂമിലോട്ടാണ് യാത്ര. അങ്ങനെ ഈ ദിവസത്തെ അവസാനത്തെ ഊബാനിൽ കയറി മടക്കം. പെട്ടെന്ന് തന്നെ ട്രെയിൻ കിട്ടി. തിരിച്ചെത്തി. റൂമിലേക്ക് കയറുന്ന വഴി ലെറ്റർ ബോക്സിൽ നിന്ന് കൗഫ്ലാൻഡിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കിട്ടി. ഈ ആഴ്ചത്തെ സാധനങ്ങൾക്കുള്ള ഓഫറുകളാണ് അതിൽ. റൂമിലെത്തി. നമ്മൾ വീഡിയോ തുടങ്ങിയ പോയിന്റിൽ തന്നെ അവസാനിപ്പിക്കാമെന്ന് കരുതി. Auf Wiedersehen.